SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ചാക്കോ പാർട്ടി വിട്ടു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് കൈമാറി. കേരളത്തിലെ കോൺഗ്രസിൽ ജനാധിപത്യമില്ല. പാർട്ടി AI ഗ്രൂപ്പുകളായി മാറി. ജനാധിപത്യ ചർച്ചകൾ നടക്കുന്നില്ലെന്നും PC ചാക്കോ. 83 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIM. മഞ്ചേശ്വരത്തും ദേവികുളത്തും പ്രഖ്യാപനം പിന്നീട്. പട്ടികയിൽ 9 പൊതുസ്വതന്ത്രരും 12 വനിതകളും. 33 സിറ്റിംഗ് MLA-മാരെയും 5 മന്ത്രിമാരെയും ഒഴിവാക്കി. പട്ടികയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് 13 പേർ. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ കിഫ്ബി വിഷയമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനം തകർക്കാൻ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ മാർഗമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമെന്ന് വിമർശനം. അമിത്ഷാ കേന്ദ്ര ഏജൻസികളെ എത്ര ഓടിച്ചാലും ഫലമുണ്ടാകില്ലെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാകാതെ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം. 60ഓളം മണ്ഡലങ്ങളിൽ തീരുമാനമായില്ല. 21 സിറ്റിംഗ് MLA-മാർ തുടരും. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പൂർണ്ണമായും പൂർത്തിയായില്ലെങ്കിൽ പ്രഖ്യാപനം ഘട്ടം ഘട്ടമായി നടത്തിയേക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ പാണക്കാട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാൻ BJP തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത്. V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, സുരേഷ് ഗോപി എന്നിവർ മത്സരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. മുഴുവൻ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശനിയാഴ്ചയെന്ന് സൂചന. കർഷക സമരത്തെ അവഗണിക്കാനുള്ള കേന്ദ്ര നീക്കത്തെ ശക്തമായി നേരിടുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രചാരണം നടത്തും. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് 9-അംഗ സമിതി രൂപീകരിച്ചെന്ന വാർത്ത വ്യാജമെന്നും കിസാൻ മോർച്ച. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണം ഹാൽഡിയിൽ പദയാത്ര നടത്തിയ ശേഷം നന്ദിഗ്രാമിൽ പ്രചാരണം തുടങ്ങി. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തമിഴ്നാട്. പാസ് ഇല്ലാതെ സംസ്ഥാനത്തേക്ക് പ്രവേശനാനുമതിയില്ല. വളയാർ ചെക്ക് പോസ്റ്റിൽ പരിശോധന കർശനമാക്കി. കേരളത്തിൽ നിന്നുള്ളവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് തമിഴ്നാട് സർക്കാർ. ഇളവ് നൽകിയത് ഗതാഗത സെക്രട്ടറിയുടെ ഇടപെടലിനെ തുടർന്ന്. ഐഫോൺ കേസിൽ വിനോദിനി ബാലകൃഷ്ണൻ കസ്റ്റംസ് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. കോടതി അലക്ഷ്യത്തിന് നോട്ടീസ് ലഭിച്ചെന്ന വാർത്തകൾ തള്ളി കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കാണാം. കേരള ബാറ്റ്. മട്ടന്നൂരിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് KK ശൈലജ. ഇടതുപക്ഷത്തിന്റേത് മികച്ച സ്ഥാനാർത്ഥി പട്ടിക. പ്രതിഷേധങ്ങൾ താൽക്കാലികം. പ്രവർത്തകർ ഒറ്റക്കെട്ടെന്നും KK ശൈലജ 24-നോട്. ജനകമായിട്ടുള്ള കാര്യമാണ്. ജയിച്ചു വന്നാൽ ഞങ്ങൾ എല്ലാവരുടെയും താല്പര്യം, അതായത് അവരവരുടെ വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ ജീവിതവും എല്ലാം സ്വച്ഛന്തമായിട്ട് ഉറപ്പുവരുത്താൻ കഴിയുന്ന, തമ്മിൽ ലഹളകളില്ലാത്തൊരു സമൂഹമാക്കി കേരളത്തെ മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുകൂടി ഉടുമ്പൻചോലയിൽ പ്രചാരണം ആരംഭിച്ച മന്ത്രി MM മണി. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിക്കുമെന്നും MM മണി. കളമശ്ശേരിയിൽ പ്രചാരണായുധം അഴിമതി തന്നെയെന്ന് P രാജീവ്. പോസ്റ്ററുകൾ പതിപ്പിച്ചത് എതിരാളികളുടെ രാഷ്ട്രീയ ജീർണത. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു ഭാഗത്തെയാണ് LDF കളമശ്ശേരിയിൽ നേരിടുന്നതെന്നും P രാജീവ്. വട്ടിയൂർക്കാവ് മണ്ഡലം LDF നിലനിർത്തുമെന്ന് VK പ്രശാന്ത്. 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടും. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയെന്നും VK പ്രശാന്ത്. കടുത്ത മത്സരം നടക്കുന്ന വടക്കാഞ്ചേരിയിൽ വിജയമുറപ്പെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി. ലൈഫ് മിഷൻ വിവാദത്തിനപ്പുറം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാന പ്രചാരണ വിഷയമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി 24-നോട്. പൊന്നാനിയിലെ പ്രതിഷേധങ്ങൾ അപ്രസക്തമെന്ന് P നന്ദകുമാർ. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. മണ്ഡലത്തിൽ മികച്ച വിജയം സ്വന്തമാക്കുമെന്നും P നന്ദകുമാർ 24-നോട്. കുറ്റ്യാടിയിലേത് പ്രവർത്തകരുടെ താൽക്കാലിക വികാര പ്രകടനമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ. നേതൃത്വം ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കും. ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ. കേരളത്തിലെ നേതൃത്വം വിളിച്ച ചർച്ച ബഹിഷ്കരിച്ചിട്ടില്ലെന്ന് K സുധാകരൻ. നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. അന്തിമ പട്ടിക വരുന്നതുവരെ പരാതിയില്ലെന്നും K സുധാകരൻ.
പാലക്കാട് ജില്ലയിലെ സ്വാധീനം ഇല്ലാതാക്കാനാകില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. വേദനാജനകമായ സംഭവങ്ങൾക്ക് മാധ്യമങ്ങൾ നേതൃത്വം നൽകി. തന്നെ വേട്ടയാടുകയായിരുന്നുവെന്നും എ കെ ബാലൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള LJD സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ കൽപ്പറ്റയിൽ മത്സരിക്കും. കൂത്തുപറമ്പിൽ KP മോഹനനും വടകരയിൽ മനയത്ത് ചന്ദ്രനും. ഏറ്റുമാനൂരിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് ജോസ് വിഭാഗം. തീരുമാനം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് കണക്കിലെടുത്ത്. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. തിരാജ് സിംഗ് റാവത്ത് പുതിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. വൈകിട്ടാകും സത്യപ്രതിജ്ഞ. ഡെറാറൂണിൽ ചേർന്ന BJP നിയമസഭാ കക്ഷിയോഗത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. പ്രതിദിന കോവിഡ് കേസുകൾ 18,000-ഓടടുത്തു. 24 മണിക്കൂറിനിടെ 133 മരണം. മുംബൈയിൽ അടിയന്തര ലോക്ഡൌൺ പ്രഖ്യാപനമില്ല. പഞ്ചാബിലെ ജലന്ധറിൽ രാത്രികാല കർഫ്യൂ തുടരുന്നു. ഹിമാചൽ പ്രദേശിലെ ചമ്പയിൽ സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 8 മരണം. നിരവധി പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശനിയാഴ്ച വിരമിക്കുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയെ പ്രകീർത്തിച്ച് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇന്ദു മൽഹോത്ര ജുഡീഷ്യറിയുടെ പ്രതീകമാണെന്നും കോടതി മുറിയിൽ അവരുടെ അസാന്നിധ്യം അനുഭവപ്പെടുമെന്നും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ ഉദ്യോഗാർത്ഥികൾക്ക് അധിക അവസരം നൽകണമെന്ന ആവശ്യം. ആം ആദ്മി MP സഞ്ജയ് സിംഗ് രാജ്യസഭയിൽ നോട്ടീസ് നൽകി. റിപ്പബ്ലിക് ദിനത്തിലെ ചെങ്കോട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിൽ. വിനീന്ദർ സിംഗ് ജി, ഖേംപ്രീത് സിംഗ് എന്നിവരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ ഘടകം. മുൻ MLA P പളനിയപ്പൻ, N രംഗസ്വാമി എന്നിവരടക്കം 5 പേർ സ്ഥാനാർത്ഥി പട്ടികയിൽ. കാർഷിക നിയമങ്ങൾക്കെതിരെ സമർപ്പിച്ച പുതിയ ഹർജികൾ സമാനമായ മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. നടപടി ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കർണാടകയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച 103 വയസ്സുകാരി J കാമേശ്വരി. വാക്സിൻ സ്വീകരിച്ചത് ബംഗളൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ നിന്ന്. രാജ്യത്ത് വാക്സിൻ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിത. ഉത്തർപ്രദേശിലെ സദേജിൽ 13-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ കാൺപൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആന്ധ്രാപ്രദേശിൽ മയക്കുമരുന്ന് വേട്ട. കൃഷ്ണ ജില്ലയിലെ ക്ലിനിക്കിൽ നിന്ന് 50,000 രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ക്ലിനിക്കിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് പോലീസ്. അസം മന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ വധിക്കാൻ പദ്ധതിയിട്ട 3 ഭീകരർ അറസ്റ്റിൽ. പിടിയിലായത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം നേതാവ് പ്രദീപ് ഗോഗോയ് ഉൾപ്പെടെ 3 പേർ. അറസ്റ്റ് ഹിമന്ത ബിശ്വ ശർമ്മയെ വധിക്കാൻ പദ്ധതിയുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഹരിയാനയിൽ സർക്കാർ ജോലികളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള സംവരണത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ. നിലവിലെ മാനദണ്ഡങ്ങൾ തുടരും. പ്രതികരണം: സംവരണ നിയമങ്ങളിൽ സർക്കാർ മാറ്റം വരുത്തുന്നുവെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ. അസമിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 173 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സൂക്ഷ്മ പരിശോധന 10-ന്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 27-ാം തീയതി. ബംഗളൂരു വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 59 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടി. സ്വർണം കടത്താൻ ശ്രമിച്ച യുവതി കസ്റ്റംസ് കസ്റ്റഡി. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിലേക്ക് ബോളിവുഡ് നടൻ ആദർശ് ഗൗരവിന്റെ പേരും ലീഡിംഗ് ആക്ടർ വിഭാഗത്തിലേക്കാണ് നോമിനേഷൻ. നാമനിർദ്ദേശം ദ വൈറ്റ് ടൈഗർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. ബംഗാളിലെ മിഡ്നാപൂരിൽ സംഘർഷം. തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. 8 പേർക്ക് പരുക്ക്. വെർച്വൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഡൽഹി സർക്കാർ. കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം ഓൺലൈൻ ആയതോടെയാണ് പുതിയ തീരുമാനം. പദ്ധതി പ്രഖ്യാപനം ഡൽഹി ഉപമുഖ്യമന്ത്രിയുടെ ബജറ്റിൽ. ഇനി നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ.
ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വെള്ളിയാഴ്ച നടക്കുന്ന വെർച്വൽ കൂടിക്കാഴ്ചയിൽ ചൈനയുടെ സൈനിക സാമ്പത്തിക ശക്തികളെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന ചർച്ച നടത്തും. കൂടിക്കാഴ്ചയെ ക്വാഡ് രാജ്യങ്ങളുടെ സമ്മേളനമെന്ന് വിശേഷിപ്പിച്ച് വൈറ്റ് ഹൌസ്. അമേരിക്കയിലെ അർക്കൻസാസിൽ ഗർഭചിത്രം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി. ബലാത്സംഗം, വ്യഭിചാരം എന്നീ കേസുകളിൽ പോലും ഗർഭചിത്രത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നതാണ് നിയമം. ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ അമേരിക്ക. തടവുകാരെ ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ചാണ് US നീക്കം. ബൈഡൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ബ്രസീൽ കൊറോണ വൈറസ് വകഭേദമായ P.1-നെതിരെ ഫൈസർ വാക്സിൻ ഫലപ്രദമെന്ന് പഠനം. കണ്ടെത്തൽ വാക്സിൻ എടുത്ത 15 പേരിൽ നടത്തിയ പരിശോധനയിൽ. റിപ്പോർട്ട് പുറത്തുവിട്ട് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ. ലഡാക്കിലെ കയ്യേറ്റം അതിർത്തി വികസിപ്പിക്കാനുള്ള ചൈനയുടെ ആഗ്രഹമെന്ന് US കമാൻഡർ ഫിലിപ്പ് S. ഡേവിഡ്സൺ. US കോൺഗ്രസിന്റെ ഹിയറിംഗിലായിരുന്നു വെളിപ്പെടുത്തൽ. യമൻ തലസ്ഥാനമായ സനയിലെ കുടിയേറ്റക്കാരുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് യമൻ സർക്കാർ. കുടിയേറ്റ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച. 60 പേരാണ് മരിച്ചത്. വാഷിംഗ്ടണിലെ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ കമ്മിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം സ്ഫോടനം നടത്താൻ ആസൂത്രണമിട്ടയാളുടെ വീഡിയോ പുറത്തുവിട്ട് FBI. വീഡിയോ വഴി പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. ജനുവരി 5-നാണ് സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടത്. കാലിഫോർണിയയിലെ നഗരമായ ലോസ് ഏഞ്ചൽസിൽ സ്കൂളുകൾ ഏപ്രിൽ അവസാനത്തോടെ തുറക്കാൻ തീരുമാനം. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളാണ് പുനരാരംഭിക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി ആപ്പിൾ TVക്കൊപ്പം ചേർന്ന് മലാല യൂസഫ്സായ്. നാടകം, ഹാസ്യ പരിപാടികൾ, ഡോക്യുമെന്ററികൾ, കുട്ടികളുടെ പരമ്പരകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ സഹകരിക്കും. യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിൽ ആൽഫ്റ്റൈനിൽ ഭൂചലനം. 5.1 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മ്യാൻമറിലെ യാംഗൂൺ റെയിൽവേ സ്റ്റേഷനിൽ സൈന്യത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ്. നടപടി സൈനിക അട്ടിമറിയിൽ പ്രതിഷേധിച്ച് പണിമുടക്ക് നടത്തിയ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാൻ. ഗ്രീക്കിൽ മെയ് പകുതിയോടെ വിനോദസഞ്ചാര മേഖല പുനരാരംഭിക്കാനാകുമെന്ന് ടൂറിസം മന്ത്രി ഹാരി തിയോ ഹാരിസ്. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള സന്ദർശകർക്ക് പ്രവേശനം നൽകും. കാലിഫോർണിയയിലെ ഡിസ്നി തീം പാർക്കുകൾ ഏപ്രിൽ അവസാനത്തോടെ വീണ്ടും തുറക്കാൻ തീരുമാനം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ച പാർക്കുകൾ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് തുറക്കുന്നത്. ഖത്തറിൽ നിന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ തിരിച്ചെത്തുന്നവർക്കിനി ക്വാറന്റീൻ വേണ്ട. പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് 3 മാസത്തെ കാലയളവ് 6 മാസമാക്കി നീട്ടിയത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അബുദാബി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് സൗജന്യ കോവിഡ് പരിശോധനാ സൗകര്യം. 90 മിനിറ്റിനുള്ളിൽ പരിശോധനാ ഫലം ലഭ്യമാകും. നടപടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലെത്തുന്ന യാത്രക്കാർ 96 മണിക്കൂറിന് മുൻപ് കോവിഡ് പരിശോധന നടത്തണമെന്ന നിബന്ധനയെ തുടർന്ന്. സൗദിയിൽ പള്ളികളിലെത്തിയ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 8 പള്ളികൾ കൂടി അടച്ചു. റിയാദിൽ 6 പള്ളികളും മദീനയിലും തബൂക്കിലും ഓരോ പള്ളികളുമാണ് അടച്ചത്. ഹോം ഡെലിവറി നടത്തുന്നവർ അതേ സ്ഥാപനത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ അവരെ നാടുകടത്തുമെന്ന് കുവൈറ്റ്. നിയമലംഘനം കണ്ടെത്താൻ മാൻ പവർ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം, കുവൈറ്റ് മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശോധന. സൗദിയിലെ പ്രാചീന നഗരങ്ങളിലൊന്നായ അൽ-ഉല 3 വർഷത്തെ നവീകരണം പൂർത്തിയാക്കി സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. നവീകരണം സൗദി പ്രതിരോധ മന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ മേൽനോട്ടത്തിൽ. പ്രതിവർഷം 10 ലക്ഷത്തിലേറെ സഞ്ചാരികളുടെ വരവ് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ. ദുബായിൽ 2023 വരെ സർക്കാർ ഫീസുകൾ വർദ്ധിപ്പിക്കില്ല. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. നടപടി കോവിഡ് പ്രതിസന്ധി മൂലം ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്കും സംരംഭകർക്കും സഹായകമാകും. സ്പോർട്സ് വാർത്തകൾ. ISL 2ാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ജയിക്കുന്ന ടീം ഈ മാസം 13-ന് നടക്കുന്ന കലാശ പോരാട്ടത്തിൽ മുംബൈ സിറ്റി FCയെ നേരിടും. ഐ ലീഗ് ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ ഇന്ന് ചർച്ചിൽ പ്രദേശ് ഗോകുലം കേരള FC പോരാട്ടം. മത്സരം വൈകിട്ട് 7-ന് കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിൽ. ചാമ്പ്യൻസ് ലീഗ് 2ാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ തുടരുന്നു. ബാഴ്സലോണ PSG 2ാം പാദ മത്സരം ഇന്ന്. നെയ്മർ കളിക്കില്ല. ലിവർപൂൾ ലെയ്പ്സിഗ് മത്സരവും ഇന്ന്. ജർമ്മൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക പദവി ഒഴിയാൻ യോക്കിം ലോ. യൂറോ കപ്പിന് ശേഷം യോക്കിം ലോ സ്ഥാനമൊഴിയും. ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ലിവർപൂൾ കോച്ച് യൂർഗൻ ക്ലോപ്പ്. ജില്ലാ വാർത്ത.
തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരുന്ന് ക്ഷാമം രൂക്ഷമെന്ന് പരാതി. അവശ്യമരുന്നുകൾ രോഗികൾ വാങ്ങുന്നത് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക്. പ്രതിസന്ധിക്ക് കാരണം മരുന്ന് വിതരണ കമ്പനികൾക്ക് കൃത്യമായി പണം നൽകാത്തതാണെന്നും വിമർശനം. തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ ഗുണ്ടാക്രമണത്തിൽ 4 പേർ പിടിയിൽ. അറസ്റ്റിലായത് ചെമ്പഴന്തി സ്വദേശി രതീഷ്, അഖിൽ, ദീപു, ശ്രീകുട്ടൻ എന്നിവർ. വീട്ടമ്മയെ ആക്രമിച്ച് മോഷണം നടത്തിയെന്നും വീട് തകർത്തെന്നുമാണ് പരാതി. തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്കെത്തുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും നൽകുന്നതിന് ക്രാബ് ഹൌസ് പ്രവർത്തനം തുടങ്ങി. ഐറ്റിക്കോണത്ത് ക്രാബ് സെന്റർ നിർമ്മിച്ചത് ക്യാൻസർ റെമഡി അസിസ്റ്റന്റ് ബ്യൂറോ കൂട്ടായ്മ 1.5 കോടിയിലധികം രൂപ ചെലവഴിച്ച്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8-നും വൈകുന്നേരം 6-നുമിടയിൽ രോഗികൾക്ക് ഇവിടെയെത്താം. കൊല്ലം കുളത്തൂപ്പുഴയിൽ KSRTC ബസ് യാത്രക്കിടെ പരിക്കേറ്റ വയോധികനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചെന്ന് പരാതി. പോലീസിനെ സമീപിച്ചത് ചെറുവയ്ക്കൽ സ്വദേശി ബാബു. കൊല്ലത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ കൊട്ടാരക്കര സ്വദേശി അരുൺ അറസ്റ്റിൽ. വ്യോമസേനയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം ചോഴിയക്കോട് വിൽപ്പാലം റോഡ് നവീകരണത്തിൽ ക്രമക്കേട് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. 50 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ച പാതയുടെ നവീകരണത്തിൽ പാളിച്ചെന്ന ആരോപണം. മരാമത്ത് വിഭാഗത്തിന് പരാതി നൽകാനൊരുങ്ങി നാട്ടുകാർ. ശബരിമലയിലെ മീനമാസ പൂജ, ഉത്സവം എന്നിവയ്ക്കായി തീർത്ഥാടകർക്കുള്ള പോലീസിന്റെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നു മുതൽ. ശബരിമല online.org എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 5 മണി മുതൽ ബുക്ക് ചെയ്യാം. ദിവസേന 5000 പേർക്ക് ദർശനാനുമതി. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ആലപ്പുഴയിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. നേതാക്കളുടെ അറിവിലേക്ക് എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റർ. പ്രതിഷേധം UDF-ൽ ഘടകകക്ഷികൾക്ക് അധിക പ്രാധാന്യം നൽകിയതിനെതിരെ പോസ്റ്ററുകൾ പതിച്ചത് സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ. ആലപ്പുഴ അമ്പലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് CITU ജില്ലാ പ്രസിഡന്റ് H. സലാം. യൂണിയൻ പ്രസിഡന്റ് TS ജോസഫ് അധ്യക്ഷനായി. ആലപ്പുഴയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് 1.5 വയസ്സുകാരി മരിച്ചു. 5 പേർക്ക് പരിക്ക്. തൃശൂർ തിരുച്ചിറപ്പള്ളി സ്വദേശി ഡെന്നി വർഗീസിന്റെ മകൾ സൈറയാണ് മരിച്ചത്. 8 വർഷത്തിന് ശേഷം പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. 2013-ൽ സുഹൃത്തിനെ വധിക്കാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ മനോജാണ് പിടിയിലായത്. കഞ്ഞിക്കുഴി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മുള്ളരിങ്ങാട്ട് നിന്ന്. ഇടുക്കിയിൽ ഏലം കർഷകനിൽ നിന്ന് കൈക്കൂലി വാങ്ങുമ്പോൾ പഞ്ചായത്ത് ക്ലർക്ക് അറസ്റ്റിൽ. വിജിലൻസിന്റെ പിടിയിലായത് കുമളി പഞ്ചായത്ത് ക്ലർക്ക് അജികുമാർ MK. 10,000 രൂപ പിടിച്ചെടുത്തു. ഇടുക്കിയിൽ പലചരക്ക് കടയ്ക്ക് തീപിടിച്ചു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പലചരക്ക് സാധനങ്ങളും കത്തിനശിച്ചു. കെട്ടിടത്തിനും സാരമായ കേടുപാടുകൾ. തീപിടുത്തമുണ്ടായത് വോൾട്ടേജ് വ്യതിയാനത്തെ തുടർന്നെന്ന് സൂചന. ഏലത്തോട്ടം തൊഴിലാളികൾക്ക് 14% ബോണസ് നൽകും. തീരുമാനം തോട്ടമുടമകളും ട്രേഡ് യൂണിയൻ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ. കഴിഞ്ഞ സീസണിൽ 13.1% ബോണസ്. എറണാകുളം കടവന്ത്രയിൽ ഫ്ലവേഴ്സ് TV അസിസ്റ്റന്റ് ക്യാമറാമാനെ ആക്രമിച്ച് പണവും സ്വർണവും തട്ടിയ കേസിൽ 2 പേർ പിടിയിൽ. അറസ്റ്റായത് എളംകുളം സ്വദേശികളായ വിഷ്ണു, സുബിൻ എന്നിവർ. സംഘത്തിലെ 6 പേർ പോലീസിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞു. നടൻ മോഹൻലാൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ എത്തിയാണ് കുത്തിവയ്പ്പെടുത്തത്. ഇടുക്കി തൊടുപുഴ ആശീർവാദ് സിനിപ്ലസ് തിയേറ്ററിന്റെ മിനിയേച്ചർ മോഡൽ നിർമ്മിച്ച് ഇരാറ്റുപേട്ട സ്വദേശി ഹെവൻസ് ക്രാഫ്റ്റ് ക്രിയേഷൻസിന്റെ മജീഷ് MM ആണ് തിയേറ്റർ മോഡൽ നിർമ്മിച്ചത്. ആശീർവാദിന്റെ എറണാകുളത്ത് ഓഫീസിൽ വെച്ച് മിനിയേച്ചർ മോഡൽ ഏറ്റുവാങ്ങി ആന്റണി പെരുമ്പാവൂർ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് INTUC മണ്ണാർക്കാട് റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധം. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മാസ്റ്റർ പ്രതിഷേധ വലയം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ INTUC സെക്രട്ടറി PR സുരേഷ് അധ്യക്ഷനായി. മലപ്പുറം പൂത്തുകലിൽ സിവിൽ പോലീസ് ഓഫീസർ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് അപ്പൻകാപ്പ് കോളനിയിലെ സുധീഷ്. MSP ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മലപ്പുറത്തെ സ്വകാര്യ ബസ്സുകളിൽ വേഷം മാറി പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. പരിശോധന അമിത ചാർജ് വാങ്ങുന്നതായും ടിക്കറ്റ് നൽകുന്നില്ല എന്നുമുള്ള പരാതിയെ തുടർന്ന് വളാഞ്ചേരി പട്ടാമ്പി റൂട്ടിലെ 6 ബസ്സുകൾക്കെതിരെ കേസ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി കേന്ദ്രസേനയും പോലീസും. റൂറൽ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ 24 മണിക്കൂറും വാഹന പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി. നടപടി ജില്ലാ പോലീസ് മേധാവി A. ശ്രീനിവാസന്റെ നിർദ്ദേശത്തെ തുടർന്ന്. കോഴിക്കോട് താമരശ്ശേരിയിൽ കള്ളപ്പണവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റായത് കൊടുവള്ളി സ്വദേശി മജീദ്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഹവാല പണം പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രത്യേക പരിശോധനയിൽ.
കോഴിക്കോട് താമരശ്ശേരി പൂവൻമറയിൽ വീണ്ടും എക്സൈസിന്റെ വ്യാജമദ്യവേട്ട 10 ലിറ്റർ വ്യാജമദ്യവും 1200 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. വ്യാജമദ്യം പിടികൂടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ. വയനാട് വെങ്ങപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാനൈറ്റ് ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. വയനാട് തവിഞ്ഞാലിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയെ പിടികൂടി. വനപാലകർ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കടുവയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയി. ആരോഗ്യനില പരിശോധിച്ച് കടുവയെ മൃഗശാലയിലേക്ക് മാറ്റും. വയനാട് കണിയാമ്പറ്റയിൽ കളഞ്ഞുകിട്ടിയ 6 പവൻ സ്വർണ്ണാഭരണം ഉടമസ്ഥന് തിരിച്ചു നൽകിയ ഓട്ടോ ഡ്രൈവർ നസീർ. കമ്പളക്കാട് സ്റ്റേഷൻ ASI ആന്റണി, റഫീഖ് കണിയാമ്പറ്റ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആഭരണം ഉടമസ്ഥയ്ക്ക് കൈമാറി. കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് കാറിന് തീപിടിച്ച ഒരാൾ മരിച്ചു. മാലു സ്വദേശി സുധീഷാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് നിഗമനം. കണ്ണൂർ ചപ്പാരപ്പടവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് ആഭരണം കവർന്നു. ഉടുവളിയിൽ താമസിക്കുന്ന ഏലിയാമയെയാണ് വീട്ടിൽ കയറി ആക്രമിച്ച് ആഭരണം കവർന്നത്. തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബൂത്ത് തല നേതാക്കളുടെ യോഗം ചേർന്ന BJP. കർണാടക കാർക്കല MLA സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. BJP ദക്ഷിണ കന്നഡ ജില്ലാ സെക്രട്ടറി സതീഷ് പങ്കെടുത്തു. വീണ്ടും ന്യൂസിലേക്ക് എന്റർടൈൻമെന്റ് ന്യൂസ്. മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം ദ പ്രീസ്റ്റിന്റെ പുതിയ ടീസർ പുറത്തെത്തി. ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരാണ് നായിക. ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. CID മൂസ എന്ന ചിത്രത്തിലെ ഹിറ്റ് ഗാനത്തിന് കവർ സോങ്ങുമായി പ്രഗദീപ് ബാൻ. KS ഹരിശങ്കറും സംഘവും ഒരുക്കിയ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറൽ. ദിവാകർ ബാനർജി സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം സന്ദീപ് ഓർ പിങ്കി ഫറാർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. അർജുൻ കപൂർ, പരിണീതി ചോപ്ര എന്നിവർ പ്രധാന വേഷത്തിൽ. സിനിമ ഈ മാസം 19-ന് റിലീസ് ചെയ്യും. ഫാക്ട് ചെക്ക്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനിടെ ഉപയോഗിച്ചാൽ ശരീരത്തിലൂടെ ഇലക്ട്രിക് തരംഗങ്ങൾ കടന്നുപോകുമെന്ന് വ്യാജ പ്രചാരണം. ദൃശ്യത്തിൽ കാണിക്കുന്ന ഉപകരണം നോൺ കോണ്ടാക്ട് വോൾട്ടേജ് ഇൻഡിക്കേറ്ററാണ്. പ്രചാരണത്തിന്റെ ശാസ്ത്രീയ അടിത്തറയില്ല. BJPക്കെതിരായ പ്രതിഷേധമെന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ സത്യാവസ്ഥയിലേക്ക്. BJPക്കെതിരായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ചിത്രം എന്ന തലക്കെട്ടിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം പ്രചരിക്കുന്നത്. നോ വോട്ട് ഫോർ BJP എന്ന അടിക്കുറിപ്പിലാണ് ചിത്രം. കേരളം, പശ്ചിമബംഗാൾ, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രചാരണം. ചിത്രത്തിൽ സംശയം തോന്നി സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ 3 വർഷം പഴക്കമുള്ള ചിത്രമാണിതെന്ന് മനസ്സിലായി. 2018-ൽ പശ്ചിമബംഗാളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകരുടെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. ചിത്രത്തിലെ പോസ്റ്ററുകൾ മോർഫ് ചെയ്ത് ഷട്ട് ക്യാമറ എന്ന മുദ്രാവാക്യത്തിന് പകരം നോ വോട്ട് ഫോർ BJP എന്ന് ചേർക്കുകയായിരുന്നു. ഇപ്പോൾ കിട്ടിയത് ചടയമംഗലം മണ്ഡലത്തിൽ ജെ ചിഞ്ചുറാണി മത്സരിക്കും. തീരുമാനം CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ. PC ചാക്കോയുടെ രാജിയിൽ പ്രതികരണവുമായി VM സുധീരൻ. രാജിയിൽ ദുഃഖിതൻ. കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും VM സുധീരൻ. പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരമാവധി ഇളവുകളോടെ തൃശൂർ പൂരം നടത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. പൂരത്തിന്റെ സവിശേഷത കാത്തു സൂക്ഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നാളെ. കാളിഘട്ടിൽ വെച്ച് മമതാ ബാനർജി പത്രിക പുറത്തിറക്കും. ഉത്തർപ്രദേശിൽ യുവാക്കൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ പെൺകുട്ടിയുടെ പിതാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അണ്ടർ ന്യൂസ് പൂർത്തിയാവുകയാണ്. Number 1 Election Channel 24.